പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം chapter 2, 1 Peter chapter 2 verses 11 and 12. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ കിട്ടിയവർക്ക് ആർക്കെങ്കിലും വായിക്കാം. പ്രിയമുള്ളവരെ, വിശ്വാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് വിളിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പോകുന്നു. നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകളെ വഴക്കാം. സ്വർഗീയ പിതാവേ, അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ അനുഗ്രഹീതമായ കർത്തൃദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങേ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ആക്കി തന്ന ഓർമ്മയുടെ ചിഹ്നങ്ങളോട് കൂടെ ചേർന്ന് അങ്ങേ സ്തുതിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് ഇടയാക്കിയ അവിടുത്തെ വലിയ ദയക്കും കൃപയ്ക്കും നന്ദിയോടെ സ്തോത്രം. ഇപ്പോഴടിയങ്ങൾ അവിടുത്തെ തിരുവചനത്തിൻ്റെ മുൻപിൽ ആയിരിക്കുന്നു. കർത്താവെ, അടിയങ്ങളോട് കർത്താവെ എന്താണോ അവിടുന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് സംസാരിക്കുവാനും അത് അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ മാറ്റം വരുത്തി അങ്ങേ കൂടുതൽ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ പിതാവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സകലവും അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം. മഹത്വം അങ്ങേക്ക് നൽകുന്നു, യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ഇവിടെ നാം കാണുന്നത് അപ്പോസ്തലനായ പത്രോസ് പല സ്ഥലങ്ങളിലായി കിടക്കുന്ന വിശ്വാസികൾക്ക് എഴുതുന്നതാണ്. നാം ഒന്നാം ലേഖനം അതിൻ്റെ ഒന്നാമത്തെ 1-2 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. പരദേശികളായി പലയിടത്ത് പാർക്കുന്നവർക്ക് എഴുതുന്ന ലേഖനമാണ്. അത് വിശ്വാസികൾക്ക് തന്നെ എഴുതുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങളിൽ ആ വിശ്വാസികൾക്ക് നൽകുന്ന ഒരു പ്രബോധനമാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നൽകുന്ന പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതയാത്രയിൽ നാം സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ നാം ഒന്ന് അല്പസമയം നിർത്തി ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള ഒരു സൈൻ ബോർഡ് പോലെയാണ്. നാം റോഡിലൊക്കെയും വാഹനം ഓടിക്കുമ്പോൾ നമുക്കറിയാം ചില സൈൻ ബോർഡുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നാം അതൊന്ന് കണ്ട് അതിലെന്താണ് എഴുതിയിരിക്കുന്നുള്ളതെന്ന് മനസ്സിലാക്കി നമ്മുടെ യാത്ര തുടരേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടെയുള്ള റോഡുകളുടെ ഒക്കെ പണി നടക്കുകയാണ്. പലയിടത്തും എഴുതിയിട്ടുണ്ട് വർക്ക് ഗോയിങ് ഓൺ റോഡ് വർക്ക്, നിങ്ങൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം, റോഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, പ്ലീസ് ബി കോഷൻ എന്നുള്ള രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എഴുതി വെച്ചേക്കുന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ യാത്ര തുടർന്നുള്ളൂ, പക്ഷേ യാത്രയുടെ മധ്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന ഭാഗത്തൊക്കെയും അവിടെ റോഡ് പണി നടക്കുകയാണ്. ഒരു ദിവസം ഒരു വഴി കൂടെ ആയിരിക്കും, അടുത്ത ദിവസം അടുത്ത വഴി കൂടെ ആയിരിക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാം ശ്രദ്ധയോടുകൂടെ യാത്ര ചെയ്യണം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് ഇത് തന്നെയാണോ വഴി എന്നുള്ളത് ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസും ഓർമ്മിക്കുന്നത്. നിങ്ങളുടെ ജീവിതയാത്ര തുടരുകയാണ്, ക്രിസ്തീയ ജീവിതയാത്ര തുടരുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നിങ്ങളുടെ യാത്ര തുടരുവാനായിട്ട്. ആ നിലയിൽ എന്താണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പ്രബോധിപ്പിക്കുന്നതായിട്ടുള്ള വിഷയം? ഞാൻ ആ വേദഭാഗം ഒന്നുകൂടെ ഒന്ന് വായിക്കട്ടെ. അവിടെ നാം കാണുന്നത്, പ്രിയമുള്ളവരെ, അവിടെ അപ്പോസ്തലനായ പത്രോസ് വളരെ സ്നേഹത്തോടെ തൻ്റെ ശ്രോതാക്കളെ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രവാസികളും പരദേശികളും ആയ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് വിശ്വാസികളോട് പ്രബോധിപ്പിക്കുന്നതായിട്ടുള്ള വിഷയം ഇതാണ്: ജാതികൾ നിങ്ങളുടെ ജീവിത നിമിത്തം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയാക്കണം. യുവർ ലൈഫ് മസ്റ്റ് ലീഡ് ദ ജെന്റൈൽസ് ടു ഗ്ലോറിഫൈ ഗോഡ്. നിങ്ങളുടെ ജീവിതം
ജാതികളുടെ മധ്യത്തിലായിരിക്കുന്നു. നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് സമൂഹത്തിലാണ്. ആ നിലയിൽ നിങ്ങൾ ജാതികളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നിമിത്തം ജാതികളിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ നൽകുന്നതായിട്ടുള്ള പ്രബോധനം. നമുക്കറിയാം, ജാതികൾ ഒരു നിലയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരല്ല. എന്നാൽ അവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ തന്നെ എടുത്തു പറയുന്നുണ്ട്. എന്താണ് ജാതികൾ ചെയ്യുന്നത്? ജാതികൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ജാതികൾ ഒന്നാമതായിട്ട് ചെയ്യുന്നത്, അവർ നിങ്ങളെ ദുഷിക്കും. ജാതികൾ ചെയ്യുന്നത് എന്താണ്? അവർ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുവാനായിട്ട് ഇടയായി തീരും. അതായത് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം നമ്മെ ഓരോരോ സ്ഥാനത്ത് ആക്കിയിരിക്കുകയാണ്. നമ്മെ ഓരോരോ സ്ഥാനത്താക്കിയിരിക്കുമ്പോൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ വെളിച്ചങ്ങളായിട്ടാണ് ദൈവം നമ്മെ ഓരോരോ സ്ഥാനത്താക്കിയിരിക്കുന്നത്. ആ സ്ഥാനത്തായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആ വെളിച്ചം നൽകുന്നവരായിരിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ നിലയിൽ നമ്മുടെ വെളിച്ചം മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ അത് നിമിത്തം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ജീവിതം നിമിത്തം ഇടയായി തീരണം. എന്നാൽ സ്വാഭാവികമായിട്ട് അവർ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? അവർ മറ്റൊന്നും ചെയ്യുകയില്ല, അവർ നിങ്ങളെ ദുഷിക്കുകയാണ് ചെയ്യുവാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടാലും ഒരുപക്ഷെ ജാതികൾ, മറ്റുള്ളവർ നിങ്ങളെ ദുഷിക്കുവാനായിട്ട് ഇടയായി തീരും. അതാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് നിങ്ങൾ ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ നിലയിൽ അവരുടെ ഇടയിൽ നിങ്ങൾ പാർക്കുമ്പോൾ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പത്രോസിന്റെ പ്രബോധനം. അപ്പോൾ ഇവിടുത്തെ പ്രബോധന വിഷയം മറ്റൊന്നുമല്ല, നിങ്ങൾ ജാതികളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ അവർ കണ്ട് തിരിച്ചറിയണം. എന്നാൽ അവർ ദുഷിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പ്രവർത്തികൾ കണ്ട് അവർ ദുഷിക്കുമായിരിക്കും. എന്നാൽ അതിൽ മടുത്തു പോകാതെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ തുടർന്നു ചെയ്യുക, നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കുക. അത് അവർ കണ്ടറിഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരണം. എന്നാൽ എന്താണ് അവർ ജാതികളായിട്ടുള്ളവർ വിശ്വാസികളെ ദുഷിക്കുന്നതായിട്ടുള്ള വിഷയം എന്നുള്ളതും അപ്പോസ്തലനായ പത്രോസ് എടുത്തു പറയുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. പത്രോസിന്റെ 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. എന്താണ് ജാതികൾ ദുഷിക്കുന്നതായിട്ടുള്ള വിഷയം? 1 പത്രോസ് 4-ന്റെ 3-4 വാക്യങ്ങൾ. First Peter chapter 4 verse 3 and 4, there we can see what is the thing that Gentiles blame us. എന്താണ് ജാതികൾ വിശ്വാസികളെ ദുഷിക്കുന്നതായിട്ടുള്ള വിഷയം? ആർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. പൊന്നടത്തിന്റെ അതേ കണച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. അതെ, അവർ ദുഷിക്കുന്ന വിഷയം ഇതാണ്. ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. അവർ ദുഷിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അവരോട് കൂടെ നിങ്ങൾ നടക്കുന്നില്ല. അവരുടെ ദുഷ്പ്രവർത്തികൾ എന്താണോ അതിനോട് ചേർന്ന് നിങ്ങൾ നിൽക്കുന്നില്ല എന്ന് അവർ ചിന്തിച്ചാണ് നിങ്ങളെ ദുഷിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ദുഷ്പ്രവർത്തിക്കാർ എന്ന് ചിന്തിച്ചുകൊണ്ട് ജാതികൾ നിങ്ങളെ ദുഷിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അവരോട് ചേരാതെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ അവർ ചെയ്യുന്ന രീതികളിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അവർ ഒരുപക്ഷെ നിങ്ങളെ ദുഷിക്കുവാനായിട്ട് ഇടയായി തീരും. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചതായിട്ടുള്ള വിഷയമാണ്. ഞാൻ പലപ്പോഴും വിദ്യാഭ്യാസ സമയത്ത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് അവരോട് കൂടെ ചേർന്ന് നിൽക്കാത്ത നിമിത്തം പലപ്പോഴും ദുഷിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയും പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ ദുഷിക്കും, ആയിക്കോട്ടെ, എന്നാൽ പോലും നിങ്ങളുടെ നടപ്പ് അവരുടെ മധ്യത്തിൽ നല്ലതായിരിക്കണം. നിങ്ങളുടെ സാക്ഷ്യം അത് നല്ല സാക്ഷ്യമായിരിക്കണം. ദൈവത്തിന് ഹിതകരമാകുന്ന ഒരു ജീവിതമായിരിക്കണം നിങ്ങളുടെ ജീവിതം. അങ്ങനെയെങ്കിൽ സന്ദർശന ദിവസത്തിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. അതല്ല, അവരോട് ചേർന്നാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ
അവരുടെ പോക്ക് ഏതാണോ അത് അവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം, എന്നാൽ ഒരു നിലയിലും അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള ചിന്ത പത്രോസ് ഇവിടെ പറയുന്നത്. ജാതികൾ നിങ്ങളെ ദുഷിക്കുന്നതിന്റെ കാരണം നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാത്തത് നിമിത്തമാണ്. അവർ ചെയ്യുന്നതൊക്കെയും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുക. ജാതികൾ നിങ്ങളെ ദുഷിക്കും, ആയിക്കോട്ടെ, പക്ഷേ ദൈവത്തിന് വേണ്ടി, അവന് വേണ്ടി നല്ല പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നടക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ. ഒന്നാമതായിട്ട് ജാതികൾ ചെയ്യുന്നത്, അവർ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ അവരുടെ മുമ്പിൽ ചെയ്തുകൊണ്ട് അവർക്ക് സാക്ഷ്യമായിട്ട് മുന്നോട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട് ജാതികൾ ചെയ്യുന്ന മറ്റൊരു വിഷയം, അവർ കണ്ടറിയുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. 1 Peter chapter 2 verse 11 and 12 അവിടെ നാം വായിച്ചു, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും, എന്നാൽ നിങ്ങളുടെ പ്രവർത്തികളെ കണ്ടറിയും. അവർ കണ്ടറിയും, അവർ മനസ്സിലാക്കും, അവർ നമ്മെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ വാച്ചിങ് us carefully. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഒരുപക്ഷെ നാം അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ പ്രവർത്തികളെ അവർ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായിരിക്കും, നമ്മളെ വായിക്കുകയാണ് അവർ. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതൊക്കെയും ജാതികളും മറ്റുള്ളവരൊക്കെയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടറിയുവാനായിട്ട് ഇടയായിത്തീരും. ആ നിലയിൽ അവർ കണ്ടറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരണം. ആ നിലയിൽ ജാതികൾ ഒരുപക്ഷെ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും, എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ അവർ കണ്ടറിഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരണം. ഇവിടെ പറയുന്ന ഒരു ചെറിയ വാക്കുണ്ട്, സന്ദർശന ദിവസം. എന്താണ് ആ സന്ദർശന ദിവസം? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ, ഡേ ഓഫ് വിസിറ്റേഷൻ, സന്ദർശന ദിവസത്തിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. എപ്പോഴാണ് ആ സന്ദർശന ദിവസം? ഒരു നിലയിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അവർ ന്യായവിധിയുടെ സമയത്ത്, ആ സമയത്ത് നമ്മുടെ പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. എന്നാൽ അതിനെക്കാട്ടി ഒരുപടി മുൻപിലായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, ദൈവത്തിന്റെ സന്ദർശന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ നിമിത്തം ദൈവം അവരെ സന്ദർശിക്കുന്നതായിട്ടുള്ള സമയം. നമ്മുടെ പ്രവൃത്തികൾ കണ്ടറിഞ്ഞുകൊണ്ട് ഈ ദൈവമകൻ, ഇവൻ ദൈവത്തിന്റെ പൈതലാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ദൈവം ആ വ്യക്തിയെ സന്ദർശിക്കുന്ന സമയം അവരും രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്ന സമയത്തെ എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് അപ്പോസ്തലനായ പൗലോസ്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിനെ ദൈവം സന്ദർശിച്ചതായിട്ടുള്ള വിഷയം. അവൻ സ്തേഫാനോസിനെ കൊല്ലുവാൻ തക്കവണ്ണം അവന് വേണ്ടി അവനെ കൊല്ലുന്നവരുടെ ആ വസ്ത്രം സൂക്ഷിച്ചിരുന്നവനായ ആ ശൗല്, അവനെ ദൈവം സന്ദർശിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ സ്തേഫാനോസിന്റെ ദൈവത്തെ ദുഷിച്ചിരുന്നുവെങ്കിൽ ആ സന്ദർശന ദിവസത്തിൽ ദൈവം അവനെ സന്ദർശിച്ചപ്പോൾ ആ ദിവസം മുതൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെയും ലക്ഷ്യം അതായിരിക്കണം. നമ്മെ ജാതികൾ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ്, നമ്മുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ സന്ദർശന ദിവസം ഉണ്ടാകുവാനും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ വിശ്വാസികളായ നമ്മോട് പ്രബോധിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിമിത്തം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ജാതികൾ മഹത്വപ്പെടുത്തുവാൻ സാധിക്കാത്ത രീതിയിൽ ഉള്ള രണ്ട് കാര്യത്തെ പറ്റി ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. ആ രണ്ട് കാര്യങ്ങളാണ് അല്പമായിട്ട് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. There are two hindrances that are possible which could lead us a stumble block to glorify God by the Gentiles. മറ്റുള്ള ജാതികൾ നമ്മളുടെ ജീവിതം കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകാതിരിക്കാനുള്ള രണ്ട് സാധ്യതകളെ പറ്റിയും ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പ്രബോധിപ്പിക്കുന്നു. നമുക്ക് ആ 11ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. Chapter 2 verse 11. There we can see the two reasons why the name of God is not glorified because of our life among the Gentiles. ഒന്നാമത്തെ കാര്യം അവിടെ പത്രോസ് പറയുകയാണ്, പ്രവാസികളും പരദേശികളും ആയ നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു വിഷയമുണ്ട്. നിങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല, നിങ്ങൾ പ്രവാസികളാണ്,
പരദേശികളാണ്. We sometimes forget that we are not on this for this world. നമ്മൾ ഈ ലോകത്തോടങ്ങ് ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ നാം ഈ ചിന്ത വിട്ട് ജീവിക്കുന്നവരായിരിക്കും. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല, പ്രവാസികൾ. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വാക്കാണ് പരദേശികൾ, വിദേശികൾ എന്നുള്ള വാക്ക് നമുക്കറിയാം. ഗൾഫിലുള്ള സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം, അവർക്ക് അവിടെ ഇരിക്കപ്പെടുകയില്ല. അവർക്ക് എപ്പോഴെങ്കിലും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. എന്ന് പറയുന്ന പോലെ നമുക്കും ഈ ലോകം നമ്മുടെ സ്ഥിരവാസമല്ല. നാം ഇവിടെ പ്രവാസികളാണ്, നാം പരദേശികളാണ് എന്നുള്ള ഒരു ബോധത്തിലായിരിക്കണം നാം ജീവിക്കേണ്ടത്. എന്നാൽ ആ ഒരു ബോധമില്ലാതെ നാം ഈ ലോകത്തിലുള്ളവരാണ്, ലോകത്തോട് ചേർന്ന് ജീവിക്കേണ്ടവരാണ് എന്നുള്ള നിലയിലാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിത നിമിത്തം, നമ്മുടെ പ്രവൃത്തി നിമിത്തം ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരുകയില്ല. മറ്റു ജാതികൾ നമ്മുടെ പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുകയില്ല. ആ നിലയിൽ ഒന്നാമതായിട്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ പ്രവാസികളും പരദേശികളുമാണെന്നുള്ള ചിന്തയോടുകൂടെ വേണം നാം ആയിരിക്കണം. നാം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്കിൽ വായിക്കുന്നുണ്ട്, വേർ ഈസ് അവർ സിറ്റിസൺഷിപ്പ്. നമ്മുടെ പൗരത്വം അതെവിടെയാണ്? അത് ഈ ലോകത്തിലാണോ നമ്മുടെ പൗരത്വം? അല്ല, നമ്മുടെ പൗരത്വം അത് സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം അത് സ്വർഗത്തിലാകുന്നു. ഇവിടെ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു പൗരത്വമേ ഉള്ളൂ. ഒരു അല്പനാൾ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം അങ്ങനെ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത നിമിത്തം ജാതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരണം. ഒന്നാമതായിട്ടുള്ള ഹിൻഡ്രൻസ്, we may sometimes forget that we are aliens and strangers in this world and we live according to the world. ഈ ലോകം എങ്ങനെയാണോ ജീവിക്കുന്നത്, ഈ ലോകത്തുള്ള മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത്, അതുപോലെ തന്നെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ആ നിലയിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു സാക്ഷിയായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മറിച്ച് നാം ഈ ലോകത്തിൽ പ്രവാസികളും പരദേശികളുമാണ്. നാം എപ്പോഴും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി ആയിരിക്കണം നാം ആയിരിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ കുറച്ചും കൂടെ വിശദീകരിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള വിഷയമാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിത നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവനാമം മഹത്വപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്നു വേണം ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് വേണം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ജാതികളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ജീവിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹം? നമുക്ക് ഏവർക്കും വളരെയധികം വ്യക്തമായിട്ട് അറിയാവുന്ന വിഷയം തന്നെയാണ്. എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നത്, നാം നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ഇടയായി തീരണം. റോമാലേഖനം 6, 7, 8 അധ്യായങ്ങൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, ഈ അധ്യായങ്ങളിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് വിശദമായിട്ട് ഈ ഒരു വിഷയം പറയുന്നുണ്ട്. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് വേണം നാം ക്രിസ്തീയ ജീവിതത്തിൽ ജീവിക്കുവാനായിട്ട്. അപ്പോൾ ആ നിലയിൽ എന്താണ് ആത്മാവിനോട് പോരാടുന്ന ജഡമോഹം? നമുക്കറിയാം, രക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം, രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ ആത്മാവിന്റെ രക്ഷയാണ് അവിടെ സംഭവിക്കുന്നത്. അവൻ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ തുടർന്ന് നാം നമ്മുടെ ശരീരത്തിൽ തന്നെ ആയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അപ്പോഴും സംഭവിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത് നമ്മുടെ കർത്താവ് വീണ്ടും വരുമ്പോഴാണ് എന്നും കാണുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ ആത്മാവ് രക്ഷിക്കപ്പെട്ടുവെങ്കിലും നാം ഈ ശരീരത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് നാം അവിടെ വലിയൊരു ബാറ്റിൽ, ഒരു പോരാട്ടം ഇവിടെയും നാം അത് തന്നെയാണ് കാണുന്നത്. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ നിലയിൽ നാം നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടുവെങ്കിലും നാം ഈ ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്
വീണ്ടെടുപ്പ് സംഭവിക്കാത്തത് കൊണ്ട് നമ്മളിൽ രണ്ട് മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് പുതിയ നിയമത്തിന്റെ ഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത്: പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം, പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. നമുക്ക് 1-2 വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 22 and 24. ഈ ആത്മാവ് ജഡം എന്നുള്ളതിനെ പുതിയ മനുഷ്യൻ പഴയ മനുഷ്യൻ എന്നുള്ള നിലയിലാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 22 to 24. അവിടെ നാം കാണുന്നു, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവാനായിട്ട് പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ കൊലോസ് ലേഖനത്തിലും പറയുന്നുണ്ട്. ആ വാക്യങ്ങളെ വായിക്കാം. കൊലോസ് ലേഖനം 3-ാം അധ്യായം, കൊലോസ് ലേഖനം, കൊലോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 9 and 10. The old man versus the new man. പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. കൊലോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അതെ, അവിടെയും അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ നമ്മുടെ നാം വിശ്വാസികളായ ഏവർക്കും അവരുടെ അസ്തിത്വത്തിൽ ഒരു പഴയ മനുഷ്യനെയും കാണുവാനായിട്ട് സാധിക്കും, എന്നാൽ ഒരു പുതിയ മനുഷ്യനെയും കാണുവാനായിട്ട്. എന്നാൽ അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, ജാതികളോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു വേർതിരിവ് അവർക്കില്ല. അവർക്ക് ഒരു പഴയ മനുഷ്യൻ എന്നുള്ള അവസ്ഥ മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയിൽ അവന് പഴയ മനുഷ്യൻ മാത്രമല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവനിൽ ഒരു പുതിയ മനുഷ്യന്റെ അനുഭവം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് അപ്പോസ്തലനായ പൗലോസ് തന്നെ റോമാ ലേഖനത്തിലേക്ക് വരുമ്പോൾ വേറെ ചില പദപ്രയോഗങ്ങൾ കൂടെ ഈ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ എന്നുള്ളതിന് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നു വരാം. അവിടെ 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. അവിടെ 2 പ്രമാണങ്ങളായിട്ടാണ് കാണുന്നത്. പഴയ മനുഷ്യനും പുതിയ മനുഷ്യനെയും 2 പ്രമാണങ്ങളായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടുത്തെ 2 പ്രമാണങ്ങൾ, ഒന്നാമത്തെ പ്രമാണം ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണം, അല്ലെങ്കിൽ ആ പുതിയ മനുഷ്യനെ ചിത്രീകരിക്കുന്നതാണ് ആ ദൈവത്തിന്റെ പ്രമാണം. ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണം, പഴയ മനുഷ്യനായ പാപത്തിന്റെ പ്രമാണം. തുടർന്ന് 8-ാം അധ്യായത്തിന്റെ റോമലേഖനം തന്നെ, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 2, അവിടെ നാം ആ പ്രമാണത്തിന്റെ കുറച്ചുകൂടെ വേറൊരു വാക്ക് കാണുന്നു: ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അവിടെയും കാണുന്ന 2 പ്രമാണങ്ങൾ, ആത്മാവിന്റെ പ്രമാണം, അതുപോലെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. അപ്പോൾ ഈ ആത്മാവിന്റെ പ്രമാണം എന്നുള്ളത് പുതിയ മനുഷ്യനെയും പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എന്നുള്ളത് പഴയ മനുഷ്യനെയും ചിത്രീകരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ പുതിയ മനുഷ്യനെ ആത്മാവിന് അനുസരിച്ച് നടക്കുക, അല്ലെങ്കിൽ ആത്മാവിനോടും പഴയ മനുഷ്യനെ ജഡത്തോടുമാണ് അവിടെ തുല്യം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ പഴയ മനുഷ്യൻ പൂർണ്ണമായിട്ട് മരിക്കുന്നില്ല, അവനിൽ തന്നെ തുടരുന്നു. എന്നാൽ അവിടെ പുതിയ മനുഷ്യൻ അവിടെ ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ജഡത്തെ നമുക്ക് ഇങ്ങനെ പറയാം, ഒരുപക്ഷെ പഴയ മനുഷ്യൻ എന്നുള്ളതോ, അല്ലെങ്കിൽ നമ്മളിലുള്ള കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മളിലുള്ള പാപ പ്രകൃതത്തെ പഴയ മനുഷ്യൻ അല്ലെങ്കിൽ ജഡം എന്ന് പറയാം. നമ്മളിലുള്ള പാപത്തിന്റെ പ്രമാണത്തെ ആ പഴയ മനുഷ്യൻ എന്ന് പറയുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ ആത്മാവ്, രണ്ടാമത്തെ പുതിയ മനുഷ്യനെയാണ് ആത്മാവ് എന്നുള്ള നിലയിൽ പറയുന്നത്. ആ ആത്മാവിനെ ദൈവത്തിന്റെ പ്രമാണമെന്നോ ആത്മാവിന്റെ പ്രമാണമെന്നോ നീതിയുടെ പ്രമാണമെന്നോ എന്നുള്ള നിലയിലൊക്കെയും നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് 2 മനുഷ്യർ അവരുടെ ജീവിതത്തിലുണ്ട്. ഒന്ന് പഴയ മനുഷ്യൻ, രണ്ടാമതായിട്ട് പുതിയ മനുഷ്യൻ. ഇത്
ഏറ്റവും വ്യക്തമായിട്ട് ഗലാത്യ ലേഖനത്തിലാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ആ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും എന്താണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഗലേഷ്യൻസ് ചാപ്റ്റർ 5, ഗലാത്യ ലേഖനം 5-ാം അധ്യായം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലാണ് അവിടെ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് തൽക്കാലം ഇപ്പോൾ വായിക്കേണ്ട, നമുക്ക് ഓരോന്നോരോന്ന് പതുക്കെ വായിക്കാം. ഇവിടെ ഗലാത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ അവിടെ സഭയിൽ വലിയ പ്രശ്നമുണ്ട്. അവിടെ ചിലർ പരിച്ഛേദനയുടെ ഉപദേശം പറഞ്ഞുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ പരിച്ഛേദനയും ഏൽക്കണമെന്നുള്ള ഉപദേശം പറഞ്ഞുകൊണ്ട് അവിടെ വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ചില വാക്കുകൾ മാത്രം അതിന് ഉപോത്കലമായിട്ട് പറഞ്ഞു പോകാം. 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം നോക്കുക. നിങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. 10-ാമത്തെ വാക്യത്തിൽ കാണുന്നത് എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷ വിധി ചുമക്കും. നിങ്ങളുടെ അവിടെ കലക്കം ഉണ്ടായിരുന്നു. There is dispute among the churches in Galatia. 12-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. അവിടെ കലഹിപ്പിക്കുന്നവരെ കാണുന്നുണ്ട്. അതിനുശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായി വിളിച്ചിരിക്കുന്നു, എന്നാൽ ഈ സ്വാതന്ത്ര്യം ജഡത്തിന്, നിങ്ങളുടെ പഴയ മനുഷ്യന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ എന്ന് പറയുകയാണ്. 15-ാമത്തെ വാക്യത്തിൽ തുടർന്ന് പറയുകയാണ്, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താൽ എന്നിങ്ങനെ തുടർന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വലിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് അവിടെ അപ്പോസ്തലനായ പൗലോസും മനസ്സിലാക്കി 16 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ ആ 2 മനുഷ്യർ അവർ തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അത് തന്നെയാണ് പത്രോസും പറയുന്നത്. നിങ്ങളുടെ ആത്മാവിനോട്, നിങ്ങളുടെ പുതിയ മനുഷ്യനോട് പോരാടുന്ന ജഡത്തിന്റെ മോഹങ്ങളെ അകന്നു വേണം നിങ്ങൾ ജീവിക്കുവാൻ എന്നുള്ളതാണ് അപ്പോസ്തലനായ പത്രോസും പറയുന്നത്. നാം ചിന്തിച്ചതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 2 മനുഷ്യരുണ്ട്, പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. പഴയ മനുഷ്യനെ ജഡം എന്നുള്ള നിലയിലും പുതിയ മനുഷ്യനെ ആത്മാവ് എന്നുള്ള നിലയിലും പറയുന്നതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഈ ജഡത്തിനും ആത്മാവിനും അതിൻ്റെതായ മോഹങ്ങളും ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജഡത്തിന് ജഡത്തിൻ്റെതായ മോഹങ്ങളും ആത്മാവിന് ആത്മാവിൻ്റെതായ മോഹങ്ങളും ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ മോഹങ്ങൾക്ക് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഒന്നുകിൽ ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ആത്മാവിൻ്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാം. ഏത് വണ്ണം ജീവിക്കണം എന്നുള്ളത് ഒരു വിശ്വാസിയുടെ തിരഞ്ഞെടുപ്പാണ്. തനിക്ക് തന്നിലുള്ള പഴയ മനുഷ്യന്റെ മോഹങ്ങളാണോ അല്ലെങ്കിൽ പുതിയ മനുഷ്യന്റെ മോഹങ്ങളാണോ, ആരുടെ മോഹത്തിനനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് വിശ്വാസിക്ക് തിരഞ്ഞെടുക്കാം എന്ന് നമുക്ക് കാണുന്നു. അപ്പോൾ 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുക. അവിടെയാണ് നാം ഈ 2 മോഹങ്ങളെ പറ്റി കാണുന്നത്. നിങ്ങൾക്ക് ഏത് വണ്ണം വേണമെങ്കിലും ജീവിക്കാം. നിങ്ങളുടെ ഓൾഡ് മാൻ, നിങ്ങളുടെ പഴയ മനുഷ്യൻ, അവന്റെ മോഹങ്ങളെ അനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം. അതല്ല, പുതിയ മനുഷ്യൻ അവന്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാം. എന്നാൽ എങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. മാത്രമല്ല അവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. There is a great battle between the old man and the new man. പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. Galatians chapter 5 verse 16 to 18. There we can see that both the flesh as well as the spirit has some desires to be fulfilled. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിലും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വേണം, അത് തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടത്തുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല.
അതെ, അത് മതി. അവിടെ നാം കാണുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രബോധനം ഇതാണ്: നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ മോഹവുമുണ്ട്, ജഡത്തിന്റെ മോഹവുമുണ്ട്. നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്നാൽ നിങ്ങളിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡത്തിന്റെ അഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും വിരോധം ആയിരിക്കുന്നു എന്നവിടെ പറയാം. അവിടെ ഒരു ഗ്രേറ്റ് ബാറ്റിൽ. അവിടെ ബാറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് നമ്മുടെ പുതിയ മനുഷ്യനായ ആത്മാവിനും, ആത്മാവിന്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് നമ്മുടെ പഴയ മനുഷ്യനായ ജഡത്തിനും വിരോധമായിരിക്കുന്നു. ജഡത്തിന്റെ ആഗ്രഹങ്ങൾ ആത്മാവിനും, ആത്മാവിന്റെ ആഗ്രഹങ്ങൾ ജഡത്തിനും പ്രതികൂലമായിരിക്കുന്നു. അത് രണ്ടും ഒരുമിച്ച് പോകുന്നതല്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് അപ്പോസ്തലനായ പത്രോസും പറയുന്നത്. പത്രോസിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ജഡത്തിന്റെ മോഹങ്ങളെ, ജഡത്തിന്റെ മോഹങ്ങളെ എതിർക്കുന്ന, അല്ലെങ്കിൽ ആത്മാവിനെ എതിർക്കുന്ന ജഡത്തിന്റെ മോഹങ്ങളെ വിട്ടകന്ന് വേണം നിങ്ങൾ ജീവിക്കുവാനായിട്ട്. ആ നിലയിൽ നമ്മുടെ പഴയ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അത് നമ്മുടെ പുതിയ മനുഷ്യനായ ആത്മാവിന് വിരോധമായിട്ടുള്ളതാണ്. അതിനെ എതിർത്ത് അതിനോട് അകന്ന് വേണം നാം മുന്നോട്ട് ജീവിക്കുവാൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ there is a great battle that happens in a believer between the fleshly desires and the spirit. നമ്മുടെ ജഡത്തിന്റെ അഭിലാഷവും ആത്മാവും തമ്മിൽ വലിയൊരു പോരാട്ടം. മാത്രമല്ല, ആത്മാവിന്റെ ആഗ്രഹങ്ങളും ജഡവും തമ്മിൽ വലിയൊരു പോരാട്ടം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഏതിനനുസരിച്ചാണോ നാം ജീവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തികൾ എന്നുള്ളതാണ് തുടർന്നുള്ള വേദഭാഗങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. 19 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളൊന്ന് വായിക്കുക. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ താഴോട്ട് വായിക്കുന്നത്, നാം ഏതിനനുസരിച്ചാണോ ജീവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തികൾ. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അവിടെ ജഡത്തിന്റെ മോഹത്തിനനുസരിച്ച്, ജഡത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ജഡം എന്താണോ പറയുന്നത്, നമ്മുടെ പഴയ മനുഷ്യൻ എന്താണോ പറയുന്നത്, നമ്മുടെ പാപപ്രകൃതം എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ, ആത്മാവിനെ ഗണ്യമാക്കാതെ, നമ്മുടെ പുതിയ മനുഷ്യൻ പറയുന്നതിനെ ഗണ്യമാക്കാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ, അവിടെ വെളിപ്പെട്ട് വരുന്നതാണ് ജഡത്തിന്റെ പ്രവർത്തികൾ. അതാണ് അവിടെ പുറപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ നാം ജഡത്തിന്റെ പ്രവൃത്തികളായിട്ട് ചില കാര്യങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് അവസാനിക്കുന്നതല്ല. മുതലായവ എന്ന് പറഞ്ഞ് അനേകം പ്രവർത്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു വേദഭാഗത്തിൽ ഒരു കർത്തൃദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെയാണ് കേട്ടത്: നിങ്ങൾക്കിതിൽ ഏറ്റവും വലിയ ജഡത്തിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ പാപത്തിൽ ഏറ്റവും വലുത് ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ഒരു കർത്തൃദാസൻ ചോദിച്ചു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, വ്യഭിചാരം, വിഗ്രഹാരാധന, അശുദ്ധി, ദുഷ്കാമം, അങ്ങനെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കർത്തൃദാസൻ പറഞ്ഞു, അത് വളരെ തെറ്റാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങൾ കുറച്ചും മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ളത് നിങ്ങൾ കുറച്ചും കൂടുതലായിട്ട് കാണേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു നിലയിലാണ് കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കി പറയുന്ന കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടയിലുള്ള ദ്വന്ദ്വപക്ഷം, നിങ്ങളുടെ ഇടയിലുള്ള ഭിന്നത, നിങ്ങൾക്കുള്ള അസൂയ, ഇതെല്ലാം മറ്റുള്ള പാപങ്ങളോട്, മറ്റുള്ള ജഡത്തിന്റെ പ്രവൃത്തികളോട് തന്നെയാണ് തുല്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയ മക്കളെ, നാം വളരെയധികം ദൈവവചനത്തിന് മുൻപിൽ വളരെയധികം ഭയപ്പെടേണ്ട വാക്യങ്ങളാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇങ്ങനെയുള്ള പ്രവർത്തികളിലാണ് നിങ്ങൾ തുടരുന്നുവെങ്കിൽ നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തികളിലാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ നിങ്ങൾ ആത്മാവിനനുസരിച്ചല്ല നടക്കുന്നത്, ജഡത്തിനനുസരിച്ചാണ് നടക്കുന്നത്. ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ നാം ആത്മാവിനനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ ആത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെയൊക്കെയുള്ള ഫലം നമ്മുടെ ജീവിതത്തിൽ ഉളവാകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. നാം
ഏത് മനുഷ്യനെ അനുസരിച്ചാണ് നാം ജീവിക്കുന്നത്? നാം നമ്മുടെ പഴയ മനുഷ്യനായ ജഡത്തെ അനുസരിച്ച്, അതിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ആത്മാവിനെ ഗണ്യമാക്കാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പുറത്തു വരുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളായിരിക്കും. ജഡത്തിന്റെ പ്രവൃത്തികളാണ് നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നാം നമ്മുടെ രക്ഷയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. നാം പുതുതായി ജനിച്ചിട്ടുണ്ടോ, നമ്മുടെ ആത്മാവിൽ പുതിയ മനുഷ്യൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു അവനിൽ പുതിയ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വന്നാൽ അവന് ജഡത്തിന്റെ പ്രവൃത്തികളെ നിത്യം ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. ഞാനിവിടെ ഒരു പെർഫെക്ഷനിസം അല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം, എന്നാൽ നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ ആഗ്രഹം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണം, അവന്റെ കൽപ്പനകളെ അനുസരിക്കണം എന്നുള്ളതാണോ? അതോ ജഡത്തിന്റെ പ്രവൃത്തികൾ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നാലും അതിൽ ഹൃദയത്തിൽ യാതൊരു വേദനയുമില്ലെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് ഇടയായി തീരട്ടെ. ആ നിലയിൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളിൽ ജഡമുണ്ട്, ജഡത്തിന്റെ ആഗ്രഹമുണ്ട്, ആത്മാവുണ്ട്, ആത്മാവിന്റെ ആഗ്രഹമുണ്ട്. ആത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് ജഡത്തിന്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യണം? ഇവിടെ നാം കാണുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് തന്നെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെ, ജഡത്തിന്റെ മോഹങ്ങളെ മരിപ്പിക്കണം. മോട്ടിഫൈ ദ ഫ്ലെഷ്ലി ലസ്റ്റ്. ജഡത്തിന്റെ മോഹങ്ങളെ മരിപ്പിച്ച് ഓരോ ദിവസവും അതിനെ മരിപ്പിച്ച് ആത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് കൂടുതൽ മുന്നേറിയാൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഏതാണ് ശക്തമായിരിക്കുന്നത്? ആ പഴയ മനുഷ്യനാണോ, ആ പുതിയ മനുഷ്യനാണോ ശക്തമായിരിക്കുന്നത്? നമുക്കറിയാം, ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ 2 പട്ടിയുണ്ട്, ഒരു കറുത്ത പട്ടിയും ഒരു വെളുത്ത പട്ടിയും. ഏതായിരിക്കും കൂടുതൽ ശക്തിയാകുന്നത്? ഏതിനാണോ നിങ്ങൾ കൂടുതൽ ആഹാരം കൊടുക്കുന്നത് അത് കൂടുതൽ ശക്തിയുള്ളതായി തീരും. 2 മരമുണ്ട്, 2 മരം നട്ടാൽ ഏതായിരിക്കും കൂടുതൽ പെട്ടെന്ന് ഫലം തരുന്നത്? ഏതിനാണോ നിങ്ങൾ കൂടുതൽ ഫലം കൊടുക്കുന്നത്, ഏതിനാണോ നിങ്ങൾ കൂടുതൽ വളം കൊടുക്കുന്നത്, അതായിരിക്കും കൂടുതൽ ഫലം തരുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ഉണ്ട്. ആർക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നത്? ഏത് മനുഷ്യന് വേണ്ടിയാണ് നിങ്ങൾ കൂടുതലായിട്ട് അധ്വാനിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? പഴയ മനുഷ്യന് വേണ്ടിയാണോ, പുതിയ മനുഷ്യന് വേണ്ടിയാണോ നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നത് എന്ന് ചിന്തിക്കുവാനും, ആ ആത്മാവിനനുസരിച്ച് പുതിയ മനുഷ്യനെ ജീവിപ്പിച്ചുകൊണ്ട് ആ പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ വെടിഞ്ഞുകൊണ്ട് അവന്റെ മോഹങ്ങളെ ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി ആ ജഡത്തിന്റെ മോഹങ്ങൾ പല ഘട്ടങ്ങളായി കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ആ ജഡത്തിന്റെ മോഹങ്ങളെ അതിനെ ഓരോന്നിനെയും തടഞ്ഞ് എങ്ങനെ തടയുവാനായിട്ട് സാധിക്കും? നമ്മളിലുള്ള പുതിയ മനുഷ്യൻ അതിനുള്ള ശക്തി നൽകും, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് അതിനുള്ള ശക്തി നൽകും, ദൈവവചനം നമുക്ക് ശക്തി നൽകും, നമ്മുടെ ദൈവിക കൂട്ടായ്മ അത് ഏറ്റവും ശക്തിമത്തായിട്ടുള്ള വിഷയമാണ്. ആ നിലയിൽ നാം ആ ജഡത്തിന്റെ മോഹങ്ങളെ ഓരോന്നോരോന്നായി വെട്ടിക്കളഞ്ഞുകൊണ്ട് ആത്മാവിന്റെ മോഹം എന്താണോ അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാകട്ടെ. പത്രോസിന്റെ ലേഖനത്തിലെ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. എന്തിനു വേണ്ടി? ജാതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരണം. ജാതികളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു സന്ദർശന ദിവസം ഉണ്ടാകുകയും ആ ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിങ്ങളുടെ ജീവിതം ഇടയായി തീരണം. പ്രിയ മക്കളെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിമിത്തം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ എവിടെയോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ചുറ്റും ജാതികളായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നിമിത്തം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടോ? ഒരുപക്ഷെ അവർ നിങ്ങളെ ദുഷിക്കും, അവരോട് കൂടെ ചേർന്ന് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ദുഷിക്കുവാനായിട്ട് ഇടയായി തീരും. എന്നാൽ അതിന്റെ മധ്യത്തിലും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞു എങ്ങനെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കും? നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പഴയ മനുഷ്യനായ ജഡത്തിന്റെ മോഹങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് ആത്മാവിന്റെ ആ പ്രവർത്തനങ്ങളെ ചെയ്തുകൊണ്ട്, ആത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് ചെയ്തുകൊണ്ട് അവന് വേണ്ടി നല്ല പ്രവൃത്തികളെ ചെയ്യുവാൻ, നല്ല നടപ്പുള്ളവരായി തീരുവാൻ, ആ നിലയിൽ മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരട്ടെ. ആ നിലയിൽ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരൻ ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.